റീസെൻ്റ്ലി അറിഞ്ഞതാണ്, ആസ് വി സ്പോക്ക് യു ഓൾസോ സെഡ് ദാറ്റ് ഇനി ഇഞ്ചക്ഷൻ്റെയും ബാക്കിയുള്ള സാധനങ്ങളുടെയും കാലം മാറുന്നു എന്ന് പറഞ്ഞു. അറിഞ്ഞിരുന്നു അത് വേറെന്തോ വരുന്നു എന്ന് പറഞ്ഞു. വാട്ട് വാസ് ദാറ്റ്? അല്ല, ഇപ്പം ബേസിക്കലി നമുക്ക് ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻകൺവീനിയൻസ് ആണല്ലോ. അപ്പം ബേസിക്കലി അതൊരു കുറച്ച് നേരത്താണെങ്കിൽ അതൊരു പെയിൻഫുൾ സംഭവമാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ പല റിസർച്ച് ഇപ്പം തന്നെ പല മെഡിസിൻസും മൂക്കിലൂടെ നമ്മുടെ മ്യൂക്കസിൽ അബ്സോർവ് ചെയ്യുന്നവരോ നാക്കിൻ്റെ ഇടയിൽ ഇട്ട് അബ്സോർവ് ചെയ്യുന്ന അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഡെർമൽ പാച്ചസ് അതുപോലത്തെ പല രീതിയിലുള്ള മെഡിസിൻസ്, പല മെഡിസിൻസ് അതിൻ്റെ ഫോർമുലേഷൻസും റിസർച്ച് പലതും നടക്കുന്നത്. പലതും വന്നു കഴിഞ്ഞു, ഇനിയുള്ളത് പലതും വരുന്നതുമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇനിയുള്ള കാലത്തേക്ക് നമുക്ക് ഈ ഇഞ്ചക്ഷൻസിൻ്റെ ഒക്കെ കുറച്ച് ആവശ്യം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് വഴി കൊടുക്കുന്ന മരുന്നിൻ്റെ ഒക്കെ ഒരുപാട് കുറയും. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസിലേക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനമാകുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഒരു ന്യൂറോ പ്രോബ്ലം വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ. ഇപ്പോൾ കാലൊക്കെ പൊള്ളുന്ന പോലെ തോന്നുന്നെന്ന് വയസ്സായ ആൾക്കാർ പറയുന്നേക്കാം. അതൊക്കെ ഒരു ന്യൂറോ പ്രോബ്ലത്തിലേക്ക് പോകുമല്ലേ അവസാനം?